ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മിൽക്ക് കേക്കിനെ പോലെ തന്നെ വളരെ ടേസ്റ്റിയായ ഒരു കേക്കാണ് ചോക്ലേറ്റ് മിൽക്ക് കേക്ക്. അപ്പോൾ ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ അരക്കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് കയ്യിലില്ല എങ്കിൽ 2-3 തവണയായി അരിച്ചെടുത്താലും മതി. ഇനി 3 എഗ്ഗാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ് എന്നിവ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് മിക്സ് നല്ലപോലെ ഫ്ലഫിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സാവധാനം ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുമിച്ചിടുമ്പോൾ നമ്മുടെ ബാറ്റർ താഴ്ന്നു പോകാനും കേക്ക് ഹാർഡാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ സാവധാനം ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓവൻ 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ബാറ്റർ നമുക്ക് 4 ഇഞ്ചിൻ്റെ ഫ്രീസ് ചെയ്ത ബേക്കിംഗ് മോഡിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ടാപ്പ് ചെയ്ത ശേഷം 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20-25 മിനിറ്റ് ടൈം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീമാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഇവിടെ 1 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ആദ്യത്തെ 2 മിനിറ്റ് സ്ലോ സ്പീഡിലും പിന്നെ ഹൈ സ്പീഡിലുമായിട്ട് ബീറ്റ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ക്രീം നല്ലപോലെ തന്നെ സ്റ്റിഫായി കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം നല്ലപോലെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 3 ടേബിൾ സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിലോട്ടുള്ള മിൽക്ക് മിക്സ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് 1 കപ്പ് പാല്, 1 കപ്പ് ക്രീം, 1 കപ്പ് മിൽക്ക് മെയ്ഡ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കേക്കിലെ ബട്ടർ പേപ്പർ മാറ്റിയ ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് നിറയെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. കേക്ക് പെട്ടെന്ന് തന്നെ സോക്കാവാൻ വേണ്ടിയിട്ടാണ് ഈ ഹോളിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മിൽക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ക്രീം ഉപയോഗിച്ച് കേക്ക് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് മുഴുവനായും തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നെയിമൊക്കെ എഴുതുന്ന നോസിൽ ഉപയോഗിച്ചാണ് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നോസിലില്ല എങ്കിൽ ഒരു ഐസിങ് ബാഗ് എടുത്ത് ഒരു ചെറിയൊരു ഹോളിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് മുകളിലായി പിസ്താഷ്യോ ചോപ്പ് ചെയ്തതും ചോക്കോ ചിപ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡിസൈനൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.
താങ്ക് യു.